ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഗുഡ് ബുക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതൊരു പോമാണ്. പോവും അതിൻ്റെ മീനിങ്ങും അതിലെ ആക്ടിവിറ്റീസും ഒക്കെയാണ് കേട്ടോ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിയർ ഈസ് എ പോയം ഓൺ ബുക്സ്, റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ നമുക്ക് ബുക്സിനെ കുറിച്ചുള്ള ഒരു പോയമാണ് തന്നിട്ടുള്ളത്. ഗുഡ് ബുക്സ്. ഗുഡ് ബുക്സ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല പുസ്തകങ്ങൾ. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു if the hour is late. They stand together row by row upon the low shelf or the high. But if you are lonesome, this you know, you have a friend or two nearby. The fellowship of books is real. They are never noisy when you are still. They won't disturb you at your meal. They will comfort you when you are ill. The lonesome hours they will always share. When slighted, they will not complain. And though for them you have ceased to care, your constant friends they will still remain. എഴുതിയത് എഡ്ഗർ ഗസ്റ്റ് ആണ്. നമുക്കിനി പോയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിൻ്റെ മീനിങ് നോക്കാം. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. നല്ല പുസ്തകങ്ങൾ എന്താണ് ഓൺ ചെയ്യുക, അതായത് സ്വന്തമാക്കുക എന്നുള്ളത് എന്താണ്? ഒരു ഫ്രണ്ട്ലി തിങ് ആണ്. നമ്മൾ നല്ല പുസ്തകങ്ങളെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. അല്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സൗഹൃദപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ തിരക്കിലാണെങ്കിൽ എന്ത് ചെയ്യും? പുസ്തകങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങളെ കാത്തിരിക്കും. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു ഇഫ് ദ അവർ ഈസ് ലേറ്റ്. അവർ നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ സമയം കുറച്ച് വൈകിയാലും നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയോ ചെയ്യില്ല. ദ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ അപ്പോൺ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ. അവർ റോ ബൈ റോ ആയി വരിയായി ഒരുമിച്ച് ഒരു താഴ്ന്ന ഷെൽഫിലോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഷെൽഫിലോ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, നിങ്ങൾ തനിച്ചിരിക്കുകയാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾ അറിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം അറിയാം. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഇക്കാര്യം നിങ്ങൾക്കറിയാം. എന്ത് കാര്യമാണ്? യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. നിങ്ങളുടെ അടുത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സുഹൃത്തുക്കളുണ്ട്. ആരാണ് ഈ സുഹൃത്തുക്കൾ? ബുക്സ് ആണല്ലേ. നിങ്ങൾ തനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ പുസ്തകങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈ പുസ്തകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളത് അറിയുക. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. പുസ്തകങ്ങളുമായിട്ടുള്ള ഫെലോഷിപ്പ്, കമ്പനി അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് എന്താണ്? നല്ലതാണ്, അല്ലെങ്കിൽ അത് റിയൽ ആണ്, യാഥാർത്ഥ്യമാണ്. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. നിങ്ങൾ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയാതെ ഇരിക്കുന്ന സമയത്ത് അവർ ഒരിക്കലും നിങ്ങളെ ബഹളമുണ്ടാക്കാറില്ല. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. അവർ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. നിങ്ങൾ വയ്യാതിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാണ് ഈ അവർ? നല്ല പുസ്തകങ്ങൾ അല്ലേ. ദ ലോൺസം അവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. അവരെപ്പോഴും നിങ്ങളോട് പങ്കിടുന്നത് എന്താണ്? നിങ്ങളുടെ ഏകാന്തമായിട്ടുള്ള സമയങ്ങളാണ്, അല്ലെങ്കിൽ ഏകാന്തമായിട്ടുള്ള മണിക്കൂറുകളാണ്. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലൈൻ. നിങ്ങൾ പുസ്തകങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അവരൊരിക്കലും പരാതിപ്പെടില്ല. അതായത് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാതിരിക്കുകയോ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്? ഒരു കംപ്ലയിൻസും ഇല്ല, ഒരു പരാതികളും ഇല്ല, ഒന്നുമില്ല. ആൻഡ് ദോ ഫോർ ദെം യു ഹാവ് സീസ്ഡ് ടു കെയർ യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമൈൻ. അങ്ങനെ അവരെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നിർത്തിയാൽ പോലും നിങ്ങളുടെ സ്ഥിരം സുഹൃത്തുക്കളെ അവർ ഇപ്പോഴും സ്ഥിരം സുഹൃത്തുക്കളായി അവർ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ മക്കളെ? നല്ല പുസ്തകങ്ങൾ, എങ്ങനെയൊക്കെയാണ് പുസ്തകങ്ങൾ നമുക്ക് നല്ലതാവുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. അവരെപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കളാണ്. അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ലതാണ്. അവരൊരിക്കലും നിങ്ങളുടെ ഒറ്റപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് കൂട്ടായിട്ട് എത്തുന്നത് ഈ നല്ല പുസ്തകങ്ങളാണ്. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത്. അതാണ് കേട്ടോ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നിങ്ങളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അതായത് നമുക്ക് ആ സമയത്ത് പുസ്തകം വായിക്കണമെന്നില്ല അല്ലേ, പുസ്തകങ്ങൾ വായിക്കാറില്ല.
അപ്പോൾ അങ്ങനെ ശല്യപ്പെടുത്തില്ല. അതുപോലെ എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ വൈകിയാലൊന്നും ഇവർ നിങ്ങളെ എഴുന്നേൽപ്പിക്കാറില്ല. അങ്ങനെ നിങ്ങളെ ശല്യം ചെയ്യാറില്ല. പിന്നെ നിങ്ങളവരെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, ഒരു പരാതികളുമില്ല. നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ പോലും എന്താണ്, അവർക്കൊരു പരാതിയുമില്ല. അവർ നിങ്ങളുടെ നല്ല സുഹൃത്തായിട്ട് തുടരുക തന്നെ ചെയ്യും എന്നാണ് പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ. ക്വസ്റ്റ്യൻ 1. ഹൗ ഡു ബുക്സ് റിമെയിൻ ടുഗെദർ ഇൻ എ ഷെൽഫ്? പുസ്തകങ്ങൾ ഒരു ഷെൽഫിൽ എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്? ദ റിമെയിൻ ടുഗെദർ ഇൻ എ ഷെൽഫ് ബൈ റോ. അവർ വരിയായിട്ടാണ് ഒരുമിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 2. പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോയം ദറ്റ് ഷോ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. പുസ്തകങ്ങൾ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളാണ് എന്ന് കാണിക്കുന്ന ലൈൻസ് പോയത്തിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ലൈൻസ് ഉണ്ട്, ഞാൻ അതിവിടെ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈൻസ് നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ് കേട്ടോ. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. ദ ലോൺസം അവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലൈൻ. ആൻഡ് ദോ ഫോർ ദെം യു ഹാവ് സീസ് ടു കെയർ. യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ. ഇതൊക്കെ നല്ല ഫ്രണ്ട്സിൻ്റെ അടയാളങ്ങളാണ്. ആക്ടിവിറ്റി 1. ഫ്രം ദ പോയം റൈറ്റ് 3 things that books do and 3 things that books don't do. പോയം റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ബുക്സ് ചെയ്യുന്ന കാര്യങ്ങളും ബുക്സ് ചെയ്യാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് 3 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും ഓരോ എക്സാമ്പിൾസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. തിങ്സ് ദാറ്റ് ബുക്സ് ഡു, പുസ്തകങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ ബിസി ആണെങ്കിൽ, തിരക്കിലാണെങ്കിൽ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. ദ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ, അവർ വരിയായിട്ട് ഒരുമിച്ച് നിൽക്കും. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ, നിങ്ങൾക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കംഫർട്ട് ചെയ്യും, ആശ്വസിപ്പിക്കും. ഇനി തിങ്സ് ദാറ്റ് ബുക്സ് ഡോണ്ട് ഡു, പുസ്തകങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പുസ്തകങ്ങൾ ചെയ്യില്ല എന്ന് പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. 1. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ, അവർ നിങ്ങളെ ഫോണിൽ വിളിക്കില്ല. ദേ വിൽ നോട്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ശല്യം ചെയ്യില്ല. ദേ ആർ നെവർ നോയ്സി, അവർ ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല. ആക്ടിവിറ്റി 2. മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദെയർ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. കോളം എയിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനോട് മാച്ച് ചെയ്യുന്ന റൈമിംഗ് വേർഡ്സ് ആണ് കോളം ബിയിലുള്ളത്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ നോക്കൂ. നമുക്ക് കോളം എയിലുള്ളത് റോ, ഫോൺ, വെയിറ്റ്, സ്റ്റിൽ, കെയർ, റിമെയിൻ. കോളം ബിയിലുള്ളത് ഓൺ, ലേറ്റ്, ഇൽ, ഷെയർ, കംപ്ലെയിൻ, നോ. ഇനി ഇതെങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കാം? റോ നോ, ഫോൺ ഓൺ, വെയിറ്റ് ലേറ്റ്, സ്റ്റിൽ ഇൽ, കെയർ ഷെയർ, റിമെയിൻ കംപ്ലെയിൻ. കണ്ടോ, എല്ലാം സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. അതാണ് റൈമിംഗ് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി 3. Read the following poem and draw a picture using the ideas from the poem. You can also create a digital painting. താഴെ നമുക്കൊരു പോയം തന്നിട്ടുണ്ട്, ഒരു 4 lines പോയം. ആ പോയം റീഡ് ചെയ്തിട്ട് അതിന് പറ്റിയൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിജിറ്റൽ പെയിൻറ്റിങ് വഴിയും എന്ത് ചെയ്യാം, പിക്ചർ വരയ്ക്കാം. പോയം നോക്കൂ. എ ബുക്ക് ഈസ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് tall. Its pages are leaves that gently fall. It opens a world of stories to see, filled with magic and mystery. A book is a tree with branches tall. ഒരു പുസ്തകം എന്ന് പറയുന്നത് വലിയൊരു മരമാണ്. വലിയ ശിഖരങ്ങളൊക്കെയുള്ള, നല്ല നീളമുള്ള ശിഖരങ്ങളൊക്കെയുള്ള, കൊമ്പുകളൊക്കെയുള്ള ഒരു മരമാണ്. ഇറ്റ്സ് പേജസ് ആർ ലീവ്സ് ദാറ്റ് ജെന്റ്ലി ഫോൾ. അതിലെ പേജുകൾ, പുസ്തകങ്ങളുടെ പേജുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രീയുടെ ലീവ്സ് ആണ്, പതുക്കെ കൊഴിഞ്ഞു വീഴുന്ന ട്രീയുടെ ലീവ്സ് ആണ് അതിൻ്റെ പേജുകൾ. ഇറ്റ് ഓപ്പൺസ് എ വേൾഡ് ഓഫ് സ്റ്റോറീസ് ടു സീ. അതെന്ത്, പുസ്തകം തുറക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഒരുപാട് ലോകങ്ങളുടെ, പല ലോകത്തിൻ്റെ പല കഥകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി. മാജിക്കും, നിരവധി മാജിക്കുകളും അതുപോലെ നിഗൂഢതകളും നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുടെ സ്റ്റോറീസാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക് വരയ്ക്കാം, ഒരു ലൈക്ക് എ ട്രീ, ഒരു ട്രീ പോലെ അതിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഇങ്ങനെ ലീവ്സ് കൊഴിഞ്ഞു വീഴുന്നത് പോലെ പേജസ് ഇങ്ങനെ താഴേക്ക് വീഴുന്നതായിട്ട് വരയ്ക്കാം. അതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വേൾഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചേഴ്സ് വരച്ചിട്ട് മിസ്റ്ററിയോ മാജിക്കോ നടക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു പിക്ചേഴ്സ് വരച്ചു കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ്ങും നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഗുഡ് ബുക്സ് എന്നുള്ള ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പോയവും അതിൻ്റെ മീനിങ്ങും അതുപോലെ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്